ഹലോ, വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജിയാണ്, റൊട്ടിക്ക് വേണ്ടിയുള്ള ഒരു കറിയാണ്. അതിനുവേണ്ടി നമ്മൾ ചൗചൗ ആണ് എടുത്തിരിക്കുന്നത്. ചൗചൗ എന്ന് പറഞ്ഞ വെജിറ്റബിൾസ് നമുക്ക് കേരളത്തിൽ കുറച്ച് ഇപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. നോർത്തിലൊക്കെ ഇത് സാധാരണ ഒരു സബ്ജിയാണല്ലോ വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ തോരൻ വയ്ക്കും, പിന്നെ കറി വയ്ക്കും. പിന്നെ ഞാനിത് സബ്ജിയാണ് വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ. അതിനുവേണ്ടി നമ്മൾ ഒരു ചൗചൗ എടുത്ത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. ഒരു സവാളയും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇതിന് നമുക്ക് ഒരു ഓമയ്ക്കയൊക്കെ നമ്മൾ കറി വയ്ക്കുന്ന പോലെയുള്ള ഒരു തോരൻ വയ്ക്കുമ്പോൾ ആ ഓമയ്ക്കയുടെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അത് ഒരു ചെറിയ ഊറിയ ഒരു മധുരം ഉണ്ടെന്ന് മധുരം പോലെ തോന്നും. ഓമയ്ക്കായ്ക്ക് അങ്ങനെ മധുരമായിട്ട് തോന്നാറില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ ഇതിന് വ്യത്യാസം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റും നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു വെജിറ്റബിളിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഇത് സബ്ജി വെച്ചാൽ നല്ലൊരു സബ്ജിയാണിത്. അതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വേണം സബ്ജി വയ്ക്കാൻ. അങ്ങനെ നമ്മൾ ചൗചൗ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഒരു സ്വല്പം ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞ ഒരു സവാള ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് നമ്മളൊന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് എളുപ്പം വഴലാൻ വേണ്ടി നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് സ്വല്പം വേവ് ചൗചൗവിനെക്കാട്ടിലുള്ളത് കൊണ്ടാണ് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത്. നമുക്ക് സ്വല്പം നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കൊരു 1/2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മൾ സ്വല്പം നേരം കൂടി അടച്ച് വയ്ക്കും. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ സ്വല്പം നേരം ഒന്ന് വഴറ്റി ഒന്ന് ഹാഫ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കറി വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊന്ന് കറി വെച്ചാൽ അത് നമുക്ക് ചോറിന് നല്ലൊരു കറിയായിരിക്കും. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണോളം മല്ലിയും 1/2 സ്പൂൺ മുളക് പൊടി സ്വല്പം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്കതിലേക്കൊരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിന് ടൊമാറ്റോൻ്റെ വെള്ളം കൊണ്ട് വേണം ബാക്കി ഒന്ന് സോഫ്റ്റ് ആകാൻ. ഇപ്പോൾ നമ്മുടെ സബ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്വല്പം കസ്തൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സബ്ജി റെഡി. ഓക്കേ, ബൈ.